എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു കടുവയുടെ കഥയാണ്. ഉത്തരാഖണ്ഡിലെ രാംനഗർ പശ്ചിമധാര വനമേഖലയുടെ ഹൃദയമാണ്. അവിടെ 2016 നടന്ന ഒരു കടുവയുടെ ആക്രമണത്തിൻ്റെ കഥയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ഇത് കുമാർ ബാൽജി സിംഗിൻ്റെ കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. കടുവയുടെ ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത് 2016 സെപ്റ്റംബർ 6 അത് തല്ലോക്കാനിയ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അരങ്ങേറുന്നത്. ഗ്രാമത്തിലെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും കന്നുകാലി വളർത്തലുമെല്ലാമാണ്. പ്രധാനമായി ആ ഗ്രാമത്തിൽ കൃഷി ചെയ്യുന്നത് കരിമ്പാണ്. അങ്ങനെ അവരുടെ ഗ്രാമത്തിൽ നിന്നും കുറച്ചു മാറിയുള്ള വലിയ കരിമ്പും തോട്ടത്തിനിടയിൽ ധാരാളം പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഗ്രാമത്തിൽ നിന്നും ഒരു സ്ത്രീ ആ പുല്ലുകൾ അരിയുവാൻ വേണ്ടി ആ കരിമ്പും തോട്ടത്തിലേക്ക് പോയി. അവർ ഒറ്റയ്ക്കായിരുന്നു അവിടേക്ക് പോയത്. എന്നാൽ അവർ മടങ്ങി വരേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിട്ടും അവർ അവിടേക്ക് തിരികെ എത്താത്തതിനെ തുടർന്ന് ആ സ്ത്രീയുടെ ബന്ധുക്കളും ഗ്രാമത്തിലെ ആളുകളും കൂടി ചേർന്ന് അവർ പുല്ലരിയുവാൻ പോയ ഭാഗം ലക്ഷ്യമാക്കി സഞ്ചരിച്ചു. ഏറെ സമയം അവർക്ക് ആ സ്ത്രീയുടെ ശരീരം അവിടെ തിരയേണ്ടതിൻ്റെ ആവശ്യകത വന്നില്ല. കരിമ്പും തോട്ടത്തിലേക്ക് പോകുന്ന പാതയിൽ വെച്ച് തന്നെ രക്തപ്പാടുകളും ആ സ്ത്രീയുടെ ചീന്തപ്പെട്ട വസ്ത്രത്തിൻ്റെ അവശേഷിപ്പുകളും അരിവാളും ചിതറിക്കിടക്കുന്ന പുല്ലുകളും വ്യക്തമായി തന്നെ അവിടേക്ക് വന്നവർക്ക് കാണാനായി. അതിൻ്റെ സമീപത്തുകൂടി രക്തത്തുള്ളികളും വലിച്ചിഴച്ച പാടും. അത് നീണ്ടുപോകുന്നത് ആ കരിമ്പും തോട്ടത്തിൻ്റെ ഉള്ളിലേക്കായിരുന്നു. ഏറെ ദൂരം അവർക്ക് സഞ്ചരിക്കേണ്ടതിൻ്റെ ആവശ്യകത വന്നില്ല. ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആ സ്ത്രീയുടെ ശരീരം അതിനുള്ളിൽ കിടക്കുന്നത് അവർ കൃത്യമായി കണ്ടു. ആ ശരീരം പരിശോധിച്ച് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ആ ശരീരത്തിൽ നിന്നും ധാരാളം മാംസമൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ ചുറ്റുപാടും പരിശോധിച്ചതിൽ നിന്നും ആ മൃഗത്തിൻ്റെ കാലയടയാളങ്ങളും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ശരീരത്തിൽ നിന്നും മാംസം നഷ്ടപ്പെട്ട അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമത്തിൽ നിന്നും എത്തിയ ആളുകൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു പുലിയാണ്. അങ്ങനെ പറയുവാനും കാരണമുണ്ടായിരുന്നു. കാരണം കടുവയൊക്കെയാണെങ്കിൽ അതിൻ്റെ തുടയിലെല്ലാം കടിച്ചു പൊട്ടിച്ച് ധാരാളം മാംസം ഭക്ഷിക്കുമായിരുന്നു. ഒരു കടുവയെ സംബന്ധിച്ചിടത്തോളം തുടയെല്ലുകൾ കടിച്ചു പൊട്ടിക്കുക എന്നത് ഒരു വലിയ ഡീലല്ലല്ലോ. അങ്ങനെ ആ ശരീരം അവർ എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും ആചാരപ്രകാരം അടക്കം ചെയ്യുകയും ചെയ്തു. പിന്നീട് ദിവസങ്ങളോളം ആ മൃഗത്തിൻ്റെ ആക്രമണങ്ങളൊന്നും ആ ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലൊന്നും അരങ്ങേറിയിട്ടില്ല. അതോടെ ഗ്രാമത്തിലെ ആളുകൾ ഒരു നിഗമനത്തിലെത്തി, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. നരഭൂജിയായ ഒരു പുലി ഈ ഗ്രാമത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇതിനോടകം തന്നെ അത് നാട് വിട്ട് കാണും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് വിശ്വസിച്ച് ഗ്രാമത്തിലെ ആളുകൾ അവരുടെ ധൈര്യം വീണ്ടെടുത്തു. അങ്ങനെ 11 ദിവസങ്ങൾക്കപ്പുറം ആ മൃഗത്തിൻ്റെ ഭാഗത്തു നിന്നും മറ്റൊരാക്രമണം കൂടി അരങ്ങേറി. ഇത്തവണ ആ മൃഗത്തിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഗോരഖ്പൂർ എന്ന ഗ്രാമത്തിലായിരുന്നു. ഗ്രാമത്തിലെ ഒരു ഗ്രാമീണനാണ് ആ മൃഗത്തിൻ്റെ ഇരയായി തീർന്നത്. മുന്നേ നടന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെയും അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഗ്രാമത്തിൽ നിന്നും അടുത്തുള്ള കരിമ്പും കാട്ടിലേക്ക് അല്ലെങ്കിൽ കരിമ്പും തോട്ടത്തിനുള്ളിലേക്ക് പുല്ലരിയുവാൻ വേണ്ടി പോയതായിരുന്നു ഇയാളും. കുറേ വൈകിട്ടും അയാൾ തിരികെ ഗ്രാമത്തിലേക്ക് വരാത്തതിനെ തുടർന്ന് കുറച്ച് പേർ ഇയാളെ അന്വേഷിച്ച് അവിടേക്ക് പോകുമ്പോഴാണ് അയാളുടെ ശരീരവും കണ്ടെത്തിയത്. എന്നാൽ ഇത്തവണയും പഴയതുപോലെ തന്നെയായിരുന്നു. ശരീരത്തിൽ നിന്നും കുറച്ച് മാംസം മാത്രമായിരുന്നു നഷ്ടപ്പെട്ടിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ കാൽമുട്ടിൻ്റെ താഴെയുള്ള ഭാഗത്തു നിന്നും കുറച്ച് മാംസം മാത്രം. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, അതുതന്നെ ഒന്നുകൂടി പറയുകയാണ്. ഒരു കടുവയെ സംബന്ധിച്ചിടത്തോളം കാലിൻ്റെ തുടയില് കടിച്ചു പൊട്ടിക്കുക എന്നത് ഒരു ചോപ്സ്റ്റിക്ക് ഒടിക്കുന്ന ലാഘവം മാത്രമാണ്. അവിടേക്കെത്തിയ ആളുകൾ ചുറ്റുപാടും നല്ല പോലെ തന്നെ പരിശോധിച്ചു. ഇത്തവണയും ആ മൃഗത്തിൻ്റെ കാലടയാളങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. എന്നാൽ കുറച്ച് തെളിവുകൾ ആ മൃഗം അവിടെ അവശേഷിപ്പിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും മടങ്ങിപ്പോയിരുന്നത്. അതിൻ്റെ കുറച്ച് രോമങ്ങളും ഒടിഞ്ഞ ഒരു നഖവുമായിരുന്നു അത്. ഈ സമയം തന്നെയാണ് അവിടേക്ക് വനപാലകരും കടന്നെത്തിയത്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ശരീരം കടന്ന ഭാഗം മുഴുവൻ പരിശോധിച്ച് അവർ അവിടെ വെച്ച് കണ്ടെത്തിയ ആ രോമത്തിൻ്റെ സാമ്പിളും നഖവുമെല്ലാം
DNA ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി അയച്ചിരുന്നു. അക്ഷരാർത്ഥത്തിൽ അതുവരെ ആ ഗ്രാമത്തിലെ ആളുകളെല്ലാം വിശ്വസിച്ചിരുന്നത് ഇതിന് പിന്നിൽ ഒരു പുലി തന്നെയാണ് എന്നാണ്. എന്നാൽ DNA റിസൾട്ട് വന്ന സമയത്ത് ഗ്രാമത്തിലെ ആളുകളെല്ലാം ഞെട്ടിവിറച്ചു. കാരണം ഈ കൊലകൾക്കെല്ലാം പിന്നിൽ പുലിയായിരുന്നില്ല, അതൊരു കടുവയായിരുന്നു. അതെ, കരിമ്പങ്കാട്ടിലെ നരഭോജി ഒരു കടുവയായിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കടുവ ഒരു സ്ത്രീയെ കൂടി ആക്രമിച്ചു. ആ സ്ത്രീ അവരുടെ കൃഷിയിടത്ത് അവരുടെ പണിയിൽ മുഴുകി നിൽക്കുന്ന സമയമാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. കടുവയുടെ പല്ലുകൾ ഉപയോഗിച്ചായിരുന്നില്ല അത് ആക്രമിച്ചത്, പകരം അതിൻ്റെ കൈയും കാലും എല്ലാം ഉപയോഗിച്ചായിരുന്നു. ആ സ്ത്രീയുടെ കവിളിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. പുരുകത്തിന് താഴെയും കഴുത്തിലും കണ്ണിനും ചെവിക്കും ഇടയിലുമെല്ലാം മുറിവുകളുണ്ടായിരുന്നു. ഈ ആക്രമണങ്ങളുടെ സ്വഭാവം കടുവയുടെ പല്ലുകൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് സൂചിപ്പിച്ചത്. ആക്രമണം നടന്ന സ്ഥലം പരിശോധിച്ചപ്പോൾ അവിടെ വെച്ച് ആ കടുവയുടെ കാലടയാളങ്ങൾ കാണാൻ കഴിഞ്ഞു. ആ കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നും അതിന് പിന്നിൽ ഒരു പെൺകടുവയാണെന്ന് വ്യക്തമായി. എന്നാൽ ആ കടുവ എന്തുകൊണ്ടാണ് അവളുടെ പല്ലുകൾ ഉപയോഗിച്ച് വേട്ടയാടാത്തത്, കൈകളും കാലുകളും മാത്രം ഉപയോഗിക്കുന്നത്? വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒരു നിഗമനത്തിൽ എത്തി. ഒന്നെങ്കിൽ അതിൻ്റെ പല്ലുകൾ ഒടിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ വായ്ക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കാം. ഞങ്ങൾ ചില വിദഗ്ധരുമായും വെറ്റിനറി ഡോക്ടർമാരുമായും സംസാരിച്ചു. അവർ പറഞ്ഞത് ഒരുപക്ഷെ കടുവയ്ക്ക് കണൈൻ ഡിസ്റ്റർബർ എന്ന അസുഖമായിരിക്കുമെന്നാണ്. അതൊരു അണുബാധയാണ്. ഈ രോഗം വന്നാൽ ചികിത്സിക്കുവാൻ വളരെ പ്രയാസമാണ്. പതിയെ പതിയെ അത് മരണത്തിലേക്ക് നയിക്കും, അത് ചത്തുപോകും. രാംനഗറിൽ ഞങ്ങൾ എത്തിയ അതേ ദിവസം തന്നെ, അതായത് അനുമതി ലഭിച്ച് ആ കടുവയെ കൊല്ലുവാൻ വേണ്ടി അവിടെ എത്തിയ അതേ ദിവസം തന്നെയാണ് ഞങ്ങൾക്കൊരു വിവരവും അറിയുവാൻ സാധിച്ചത്. ആ കടുവ എവിടെയുണ്ട് എന്ന വിവരമായിരുന്നു ഞങ്ങൾ അറിഞ്ഞത്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ നിൽക്കുന്നത് കരിമ്പും പാടത്തിനുള്ളിലാണ്. അതിനെ ചുറ്റി വളഞ്ഞുകൊണ്ട് അവിടുത്തെ ലോക്കൽ ഷൂട്ടർമാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരും നിൽക്കുകയാണ്. ഞങ്ങൾ സമയമൊട്ടും പാഴാക്കിയില്ല, അവിടേക്ക് ചെന്നു. അവിടെ നിന്നിരുന്ന ഷൂട്ടർമാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ കണ്ടു. ഇവിടെ എന്താണിപ്പോൾ നടക്കുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അവർ പറഞ്ഞു, കടുവ കരിമ്പും തോട്ടത്തിൽ എവിടെയോ ഉണ്ട്. ഞങ്ങൾ അവൻ രക്ഷപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി അവളെ ചുറ്റി വളഞ്ഞു നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കരിമ്പുംകാട്ടിനുള്ളിലേക്ക് വെടിയുതിർത്തിട്ടുണ്ട്. എന്നാൽ ആ കടുവയ്ക്ക് വെടിയേറ്റിട്ടില്ല. അവിടെ നിന്ന ഉദ്യോഗസ്ഥരെയും ഷൂട്ടർമാരെയും അവിടെ വിട്ടതിന് ശേഷം ഞാനും എൻ്റെ സംഘവും പോയത് DFO ഓഫീസിലേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ DFOയുടെ വരവിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്ന സമയം തന്നെയാണ് ഞങ്ങൾ നേരത്തെ ആ പാടത്ത് വെച്ച് കണ്ട കുറച്ച് ഷൂട്ടർമാരും ഫോറസ്റ്റ് ഓഫീസർമാരും അവിടേക്ക് എത്തിയത്. ആ കടുവ അവിടെ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോയി എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ അതിലും വലിയ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത്. അവിടേക്ക് പോയ വനപാലകരും ഷൂട്ടർമാരുമെല്ലാം ആനയുടെ പുറത്തേറിയാണ് അവിടേക്ക് ചെന്നത്. അങ്ങനെ വളഞ്ഞു നിൽക്കുന്ന സമയത്ത്, അവർ കടുവയ്ക്ക് നേരെ വെടിവെക്കുന്ന സമയത്ത്, അവർ നിന്ന ആനയുടെ കാലിൻ്റെ ഇടയിലൂടെയും അവർക്ക് പിന്നിലൂടെയുമെല്ലാം വെടിയുണ്ടകൾ പാഞ്ഞു പോയി എന്നും തലനാഴിക്ക് മാത്രമാണ് തങ്ങളുടെ ദേഹത്ത് കൊള്ളാഞ്ഞതെന്നുമെല്ലാം അവർ പറഞ്ഞു. ഞങ്ങൾക്ക് ആശ്ചര്യമായി. നിങ്ങളല്ലാതെ മറ്റാര് വെടിവെക്കുവാനാണ് ആ കടുവയെ? ഞങ്ങൾ ചോദിച്ചു. അതിനുള്ള ഉത്തരമായി അവിടുത്തെ വനപാലകർ പറഞ്ഞത് ഇതാണ്: ആ ഗ്രാമത്തിലെ ആളുകൾ ഇപ്പോൾ വിരളി പിടിച്ച് നടക്കുകയാണ്. അവരുടെ ക്ഷമ നശിച്ചു. ആ കടുവയെ എങ്ങനെയും കൊല്ലണമെന്ന ചിന്ത മാത്രമാണ് അവർക്കുള്ളത്. അതിൻ്റെ വരും വരായികളൊന്നും അവർ ചിന്തിക്കുന്നത് പോലുമില്ല. ഞങ്ങളുടെ തോക്കിൽ നിന്നുമായിരുന്നില്ല ഉണ്ടകൾ അവിടേക്ക് പാഞ്ഞത്. അവിടെ കൂടി നിന്ന ഗ്രാമത്തിൽ പലരുടെയും കയ്യിൽ അനധികൃതമായ തോക്കുകളുണ്ട്. അതിൽ നിന്നും പാഞ്ഞ തിരകളാണ് അവിടേക്ക് ഞങ്ങൾക്കരികിലേക്ക് വന്നത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് വനപാലകർ ദീർഘനിശ്വാസം വിട്ടു. അവരുടെ മുഖത്ത് ആ ഭയം നീളിച്ച് കാണാമായിരുന്നു. ഭ്രാന്തമായ ആൾക്കൂട്ടത്തിൽ പെട്ടുപോയ അവസ്ഥ. ഇത്രയും വിവരങ്ങളാണ് ഞങ്ങൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് കേട്ടത്. ഞങ്ങളെല്ലാം ആശയക്കുഴപ്പത്തിലായി. എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു.
അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ സഹായം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ എല്ലാം അനുമതി റദ്ദ് ചെയ്യണം. ഇങ്ങനെയായാൽ ഒന്നും സാധ്യമാകില്ല. അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അന്ന് ബാബുപൂരിൽ ചെയ്തതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ പ്രദേശം വീതിച്ച് നൽകുക. അവിടേക്ക് കടുവ കടന്നു വരുമ്പോൾ അവർക്ക് വെടിയുതിർക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഓഫീസർ, ഒരു വനപാലകൻ ഞങ്ങളോട് ഒരു കാര്യം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് .32 ബോറിൻ്റെ ഒരു റിവോൾവർ ആയിരുന്നു. അദ്ദേഹം 4 തവണയാണ് അവിടേക്ക് വെടിയുതിർത്തത്, അതും 10 വാര അകലെ. അദ്ദേഹം പറഞ്ഞു കൃത്യമായി അദ്ദേഹം കടുവയെ കണ്ടുവെന്ന്. എന്നാൽ ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഒരു വെടിയുണ്ട പോലും ലക്ഷ്യം കണ്ടില്ല. ഒരുപക്ഷെ കൊണ്ടിരുന്നെങ്കിൽ കഥ മറ്റൊന്നായേനെ. 5-6 ഇഞ്ച് മാത്രം നീളമുള്ള ഒരു ബാരലിൽ നിന്നും വരുന്ന തിരക്ക് ഒരിക്കലും ഒരു കടുവയുടെ ശരീരത്തിൽ വലിയ രീതിയിലുള്ള കേടുപാടുകളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിന് ജീവനെടുക്കുവാൻ പോലും കഴിയില്ല. അതിപ്പോൾ 5 വാര അകലെ നിന്നും വെടിവെച്ചാൽ പോലും കടുവയുടെ തലയോട്ടി ഭേദിക്കുവാനോ അതിൻ്റെ തലച്ചോറിലേക്ക് തിര കയറിപ്പോകുവാനോ സാധിക്കില്ല. അവിടെ നടന്ന ചർച്ചയ്ക്കിടയിൽ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഞങ്ങളുടെ പക്കൽ മാത്രമായിരുന്നു അന്ന് 375 റൈഫിൾ ഉണ്ടായിരുന്നത്. ഒരു കടുവയെ കൊല്ലാനോ പിടിക്കാനോ വേണ്ട കുറഞ്ഞ ബോറാണിത്. ആ പ്രദേശത്തിറങ്ങിയ ആ നരഭോജിയായ കടുവയെ പിടിക്കാനുള്ള പദ്ധതി വളരെ അലങ്കോലപ്പെട്ട നിലയിലായിരുന്നു. അവിടെ ഒരു പ്രവർത്തന പദ്ധതിയും ഉണ്ടായിരുന്നില്ല. ആർക്കും ഒരു ചുമതലയോ ജോലിയോ ഉണ്ടായിരുന്നില്ല. അവർക്ക് തോന്നുന്നത് പോലെയും അവരുടെ ഇഷ്ടപ്രകാരവും അവർ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയാണ്. വേട്ടക്കാരും ഷൂട്ടർമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം ആ കടുവയെക്കുറിച്ചുള്ള വിവരം അറിയുവാൻ വേണ്ടി അവിടുത്തെ നാട്ടുകാരെയാണ് ആശ്രയിക്കുന്നത്. അവർ കടുവയെ കണ്ടെത്തിയ ഉടനെ തന്നെ ഈ വിവരങ്ങൾ വനപാലകരെയും മറ്റുള്ളവരെയും അവരറിയിക്കും. അതിൻ്റെ കൂടെ തന്നെ അവരുടെ കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ കടുവ കണ്ട സ്ഥലത്തേക്ക് പായും. ഇവിടെ നിന്നും വേട്ടക്കാരും ഷൂട്ടർമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കയ്യിൽ നിറയെ ആയുധങ്ങളായി നിൽക്കുന്ന ഗ്രാമത്തിലെ ആളുകളെയാണ്. അവരുടെ പലരുടെയും കയ്യിൽ നിറത്തോക്കുകളുമുണ്ട്. അതും പ്രവർത്തന പരിചയ സമ്പത്തില്ലാത്ത, ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുടെ കയ്യിലാണ് ഈ നിറത്തോക്കുകൾ ഇരിക്കുന്നതെന്നും നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. അപ്പോൾ മാത്രമേ ആ സാഹചര്യത്തിലുണ്ടാകുന്ന അപകടകരമായ അവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഒക്ടോബർ 1 ഗോരഖ്പൂർ ഗ്രാമത്തിലെ ഒരു ലിച്ചിത്തോട്ടത്തിൽ വെച്ച് കടുവയുടെ കാലടയാളങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുകയും ഞങ്ങളെ വിവരമറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ ഉടനെ തന്നെ ഞാനും ഞങ്ങളുടെ സംഘവും സംഭവം നടന്ന ആ ലിച്ചിത്തോട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. അവർ പറഞ്ഞത് കൃത്യമാണ്. ആ പെൺകടുവയുടെ കാലടയാളം തന്നെയായിരുന്നു അത്. അടയാളം പോകുന്നത് അടുത്തുള്ള ആ കരിമ്പും തോട്ടത്തിനുള്ളിലേക്കാണ്. കരിമ്പും തോട്ടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക എന്നത് ആത്മഹത്യാപരമാണ്. കാരണം നരഭോജിയായ ഒരു കടുവയാണ് അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ സഹായത്തിന് വേണ്ടി ആനകളെ വിളിച്ചു. ആനകളുടെ പുറത്തിരുന്ന് വേണം ആ കരിമ്പും തോട്ടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ. അങ്ങനെ ആനയെ കാത്തിരിക്കുന്ന സമയത്ത് അവിടേക്ക് ധാരാളം നാട്ടുകാർ തടിച്ചുകൂടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടേക്ക് എത്തിയവരുടെ പക്കൽ വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് സസൂക്ഷ്മം ഓരോ ഗ്രാമത്തിലെ ആളുകളെയും വീക്ഷിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്കരികിലൂടെ ഒരു ഗ്രാമത്തിലെ ഒരാൾ നടന്നുപോയി. അയാളുടെ പക്കൽ 12 ബോറിൻ്റെ ഒരു ഷോട്ട് ഗൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ ഞങ്ങൾക്ക് മുന്നിലൂടെ നടന്ന് ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുകയും സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്ത് വെടിയുതിർക്കുവാൻ തയ്യാറാകുകയും ചെയ്തു. ഈ കാഴ്ച എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. ഞാൻ പതിയെ അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവനോട് സംസാരിച്ചു. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഈ തോക്ക് നിറച്ചതാണോ? നിങ്ങൾ എന്തിനെ വെടിവെക്കാനാണ്, ആരെ വെടിവെക്കാനാണ് ഇവിടേക്ക് എത്തിയത്? അയാൾ മറുപടി നൽകി, അതെ, ഇതെൻ്റെ തോക്കാണ്, ഇത് നിറച്ച തോക്കാണ്. സേഫ്റ്റി ക്യാപ്പ് ഞാൻ റിമൂവ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ ഇവിടെ എത്തിയതിൻ്റെ ഉദ്ദേശം ആ കടുവയെ കൊല്ലാൻ തന്നെയാണ്, വെടിവെക്കാൻ തന്നെയാണ്. അയാൾ ഗൗരവത്തോടെ എന്നോട് സംസാരിച്ചു. അതേ നിമിഷം തന്നെ ഞാനൊരു തീരുമാനത്തിലെത്തി.
ഈ ഓപ്പറേഷനിൽ ഞാനും എൻ്റെ സംഘവും പങ്കെടുക്കുന്നില്ല. ഞാൻ ഈ തീരുമാനം എടുത്തപ്പോഴേക്കും അല്പം ലേറ്റായി പോയി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ വിളിച്ച ആന അവിടേക്ക് അപ്പോഴേക്കും എത്തിയിരുന്നു. ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ ആനയുടെ പുറത്ത് കയറി അവിടെ കൂടി നിന്ന ആളുകൾക്കൊപ്പം ആ കരിമ്പും തോട്ടത്തിലേക്ക് ഇറങ്ങി കടുവയെ സെർച്ച് ചെയ്യുവാൻ ആരംഭിച്ചു. കടുവയെ കണ്ടാൽ വെടിവെക്കേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. കാരണം അത്രയധികം ആളുകൾ അവിടെ തടിച്ചുകൂടി ആ കടുവയ്ക്ക് വേണ്ടി വേട്ടനായ്ക്കളെ പോലെ അലയുകയാണ്. ഞങ്ങൾ കടുവയെ കണ്ട് വെടിവെച്ചാൽ ഒരു പക്ഷേ കൊള്ളുക ഏതെങ്കിലും ഒരു ഗ്രാമീണൻ്റെ നെഞ്ചത്തായിരിക്കും. അങ്ങനെ വെടിയുതിർക്കുവാൻ ഞങ്ങൾക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെടിവെക്കില്ല എന്ന് ഉറപ്പിച്ചു. ഗ്രാമത്തിലെ ആളുകൾക്കൊപ്പം ഉണ്ടല്ലോ കുറച്ച് ധീരന്മാർ, അവർ വെടിവെക്കട്ടെ. ഇന്ന് ഈ കരിമ്പുംകാട്ടിൽ ആരൊക്കെ ചത്തുമലയ്ക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ കടുവയെ കണ്ടാൽ ആ പൊട്ടന്മാർ വെടിവെക്കും. ആ കടുവയുടെ ശ്രദ്ധ മാറുകയും ഞങ്ങൾക്ക് നേരെ ആക്രമണം അത് അഴിച്ചുവിടുകയും ചെയ്യും. കാരണം ഞങ്ങളാണല്ലോ ആനയുടെ പുറത്തേറി അവനെ വേട്ടയാടുവാൻ വേണ്ടി അവിടേക്ക് പോകുന്നത്. എങ്കിലും ആ കടുവയ്ക്ക് വേണ്ടി മണിക്കൂറോളം ആളുകളും ഞങ്ങളുമെല്ലാം ആ കരിമ്പുംകാട്ടിൽ തേടി. എന്നാൽ ഭാഗ്യമോ നിർഭാഗ്യമോ ഞങ്ങൾക്ക് ആ കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് തന്നെയായിരിക്കാം ആ കടുവയെ അന്ന് കണ്ടെത്താൻ കഴിയാഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം അത് ഞങ്ങൾക്ക് നല്ലൊരു ആശ്വാസമാണ് നൽകിയത്. അവിടെ മറ്റൊരു സംഘം കടുവയെ ഡ്രോൺ ഉപയോഗിച്ച് തിരയുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്കും അതിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ല. വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഒരു പദ്ധതിയും സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, രാത്രിയിൽ ഷൂട്ടർമാർക്ക് ആ കടുവയെ തിരയുവാൻ അനുമതിയും ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ആ കടുവയെ തിരയുവാൻ അനുമതി നൽകേണ്ടതാണ്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നാട്ടുകാരുടെ ഇങ്ങനത്തെ തിക്കും തിരക്കും ഒന്നും ഉണ്ടാകില്ല. 2, കടുവയുടെ കണ്ണിലേക്ക് വെളിച്ചം അടിക്കുമ്പോൾ അതിനൊന്നും കാണാൻ കഴിയില്ല. അതിൻ്റെ കണ്ണ് അഞ്ചിപ്പോകും. അതുകൊണ്ട് അതിന് കൂടുതൽ ജാഗ്രത പാലിക്കുവാനും പറ്റില്ല. എന്നാൽ ആ പ്രദേശത്ത് ആ കടുവയെ രാത്രി വേട്ടയാടുവാൻ ഒരു ഷൂട്ടർമാരെയും ഞങ്ങൾ കണ്ടില്ല. അതുമാത്രമല്ല, അവിടെ ഒരു കടുവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ തെറ്റായ കടുവയെ വെടിവെക്കുവാനുമുള്ള സാധ്യതയും കുറവാണ്. ഒരു നരഭോജിയെ കൊല്ലണമെങ്കിൽ നിങ്ങൾ അതിനെപ്പോലെ ചിന്തിക്കണം. അതിനേക്കാൾ 2 ചുവട് മുന്നോട്ട് ചിന്തിക്കണം. ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നതിന് മുന്നേ കടുവയെ 2 തവണയാണ് ഇവിടുത്തെ ആളുകൾ വളഞ്ഞത്. ഒരു തവണ ആ കടുവ എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടേക്ക് ഗ്രാമത്തിലെ ആളുകളും വേട്ടക്കാരും പിന്നെ വനപാല ഉദ്യോഗസ്ഥരുമെല്ലാം വളയുകയും ഷൂട്ടർമാർ അതിനെ മയക്കുമരുന്ന് വെടി വയ്ക്കുകയും ചെയ്തതാണ്. എന്നാൽ വളരെ വേഗം തന്നെ അത് ഏതോ കരിമ്പുംകാട്ടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി രക്ഷപ്പെട്ടു. പിന്നീട് ബോധം വീണപ്പോൾ അത് വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. 2ാമത്തെ തവണയും ഇതേപോലെ ഇതേ സാഹചര്യത്തിൽ തന്നെ ആ കടുവയെ ആളുകൾ വളയുകയും അതിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗ്യം കൊണ്ട് അത് വീണ്ടും എങ്ങോട്ടോ രക്ഷപ്പെട്ടോടി. ഞങ്ങൾക്ക് അനുമതി ലഭിച്ച ദിവസത്തിന് ശേഷം ആ കടുവ കൂടുതൽ തന്ത്രശാലിയായിരുന്നു. അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. ശ്രദ്ധാലുവായി മാറി. ആക്രമണം നടന്ന സ്ഥലത്ത് പിന്നീട് അത് വന്നിട്ടില്ല. ഈ കടുവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നാട്ടുകാരിൽ നിന്നും ശേഖരിക്കുവാനും ആ കടുവയുടെ പ്രവർത്തന രീതികളെല്ലാം മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് 24 മണിക്കൂർ വേണ്ടി വന്നു. ഞങ്ങൾക്ക് മനസ്സിലായത് ഇതാണ്. കടുവയ്ക്ക് ഒരു പക്ഷേ മനസ്സിലായിരിക്കാം താൻ ആക്രമണം നടത്തിയ സ്ഥലത്ത് തുടർന്നാൽ പെട്ടെന്ന് വളയപ്പെടുമെന്ന്. അതുകൊണ്ട് ആക്രമണം നടത്തി അല്പം ഭക്ഷണം കഴിച്ച ശേഷം അത് ആ പ്രദേശം ഉപേക്ഷിച്ച് അടുത്ത കരിമ്പും തോട്ടത്തിനുള്ളിലേക്ക് മറയുന്നു. അവിടെ ചെന്ന് ആ കടുവയെ കണ്ടെത്തുക എന്നത് അസാധ്യം തന്നെയായിരുന്നു. ഇതാണ് ആ കടുവ ഉപയോഗിച്ചിരുന്ന തന്ത്രം. ഞങ്ങൾ രാത്രിയിൽ ആ കടുവയെ തിരയാൻ തന്നെ തീരുമാനിച്ചു. അതിനുള്ള അനുമതിയും മറ്റുമെല്ലാം ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും വാങ്ങി. ഗോരപ്പൂലിന് സമീപം തിരച്ചിൽ നടത്തിയപ്പോൾ കടുവയെ കണ്ടെത്താൻ കഴിയാതിരുന്നതിനാലും അത് ആക്രമണത്തിന് ശേഷം ദൂരേക്ക് പോകുമെന്ന് മനസ്സിലായതിനാലും ഞങ്ങൾ രാത്രിയിൽ തിരച്ചിലിന് 2 പുതിയ രീതികൾ കണ്ടെത്തി. സൂര്യൻ അസ്തമിച്ച ഉടനെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്ത 2 പ്രദേശങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചു. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ 2 തിളങ്ങുന്ന കണ്ണുകൾ ഞങ്ങൾ കണ്ടെത്തി. അതൊരു വയലിലായിരുന്നു ഉണ്ടായിരുന്നത്. പശ്ചിമ ഘോരപ്പൂരിലായിരുന്നു അത്. ഞങ്ങൾ ദിവസങ്ങൾ മുഴുവൻ കടുവയെ തിരഞ്ഞ അതേ സ്ഥലത്ത് തന്നെയായിരുന്നു അത്.
ആ കടുവ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങളിൽ നിന്നും ഏകദേശം 300 വാര അകലെയാണ്. അതിൻ്റെ ശരീരമൊന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ തമ്മിലുള്ള അകലം കൊണ്ട് അതൊരു വലിയ മൃഗത്തിൻ്റേതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾക്ക് കൈവശമുണ്ടായിരുന്ന ബൈനോക്കുലറിലൂടെ ഞങ്ങൾ അവിടേക്ക് നോക്കി. ആ തിളങ്ങുന്ന കണ്ണുകൾ കണ്ട ആ ഭാഗത്തേക്ക്, അതെ, അത് കടുവ തന്നെയായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഒരു ദൂരദർശിനിയുടെ സഹായമില്ലാതെ അതിനെ ലക്ഷ്യം വയ്ക്കുക എന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നു. അതിനാൽ ഞങ്ങളുടെ ജീപ്പിൽ കയറി അല്പദൂരം കൂടി മുന്നിലേക്ക് പോകാമെന്നും അവിടെ നിന്ന് അതിനെ വെടിയുതിർക്കാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. എൻ്റെ സംഘവും ഞാനും ജീപ്പിൽ കുറച്ചു ദൂരം മുന്നിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ ജീപ്പിന് ഒരു തടസ്സം നേരിടേണ്ടി വന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ബണ്ടായിരുന്നു അത്. അതിന് ഏകദേശം 3 മുതൽ 4 അടി വരെ ഉയരമുണ്ടായിരുന്നു. ജീപ്പ് അതിൻ്റെ മുകളിലൂടെ കയറ്റുവാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സുവർണ അവസരം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ജീപ്പ് അവിടെ ഉപേക്ഷിച്ച് ഒരു ട്രാക്ടർ വിളിച്ച് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് പോകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ സമയം ഞങ്ങൾക്കൊപ്പം ഒരു സിഖ് കർഷകനുണ്ടായിരുന്നു. അയാൾ അവിടുത്തെ നാട്ടുകാരനാണ്. അയാൾ ഞങ്ങളോട് പറഞ്ഞു, ട്രാക്ടറിനും ഈ വരമ്പിലൂടെ കയറി പോകുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത് തന്നെ 2 ആനകളെ കെട്ടിയിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അവയെ വിളിച്ചുകൊണ്ട് വരാം. ഞാൻ അയാളോട് ശരിവെച്ചു. അയാൾ ആനകളെ കൊണ്ടുവരുവാൻ വേണ്ടി അവിടേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ അയാളുടെ വരവിന് വേണ്ടി അവിടെ കാത്തിരുന്നു. ഇപ്പോഴും സ്പോട്ട് ലൈറ്റുകൾ കടുവയുടെ കണ്ണിലേക്ക് തന്നെയാണ് അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കടുവ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് 4-5 വാര ഞങ്ങൾക്ക് നേരെ അത് നടന്നു വന്നു. എന്നിട്ട് അല്പം വലത്തേക്ക് തിരിഞ്ഞ് വീണ്ടും അവിടെ ഇരുന്നു. അതിൻ്റെ മുഖം ഇപ്പോഴും ഞങ്ങൾക്ക് നേരെയായിരുന്നു. അരമണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ സിഖ് കർഷകൻ ഞങ്ങളുടെ അരികിലേക്ക് എത്തി. പക്ഷേ അയാൾക്കൊപ്പം അയാൾ പറഞ്ഞതുപോലെ ആനകൾ ഉണ്ടായിരുന്നില്ല. സിഖ് കർഷകൻ ഞങ്ങളോട് പറഞ്ഞത് ഇതാണ്. അയാൾ പാപ്പാനോട് ചോദിച്ചു. പാപ്പാൻ അയാളോട് പറഞ്ഞത് ഇതാണ്: വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ തനിക്കൊപ്പം വരാൻ കഴിയില്ല എന്ന്. ഞങ്ങൾ DFOയെ ഫോൺ വിളിച്ചു, പലതവണ വിളിച്ചു. എന്നാൽ ഒരു തവണ പോലും അദ്ദേഹം ഞങ്ങളുടെ ഫോൺ എടുത്തില്ല. അങ്ങനെ ആ നരഭോജിയെ കൊല്ലുവാനുള്ള സുവർണ അവസരം ഞങ്ങളുടെ കൈകളിൽ നിന്നും വഴുതിപ്പോയി. മനസ്സില്ലാ മനസ്സോടെ ആ പ്രദേശം ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. എന്നിട്ടും ആ കടുവ അപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് യാതൊരു സൗകര്യങ്ങളും ചെയ്തു തന്നിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു സൗകര്യത്തിൻ്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. നരഭോജി പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് അടുത്ത് എവിടെയെങ്കിലും താമസിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെയാകുമ്പോൾ വിവരം കിട്ടിയാൽ ഉടനെ തന്നെ ഇവിടേക്ക് പാഞ്ഞെത്താൻ കഴിയുമായിരുന്നല്ലോ. എന്നാൽ നല്ലൊരവസരം നഷ്ടപ്പെട്ടതിൻ്റെ നിരാശ ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 30 രാത്രിയിൽ ഞങ്ങൾ തങ്ങിയത് ബെൽപടാവ് എന്ന സ്ഥലത്തിലെ റെസ്റ്റ് ഹൗസിലായിരുന്നു. അത് ഈ പ്രദേശവുമായി വളരെ ദൂരെയായിരുന്നു സ്ഥിതി ചെയ്തത്. അവിടേക്കുള്ള റോഡും വളരെ മോശമായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴുള്ള കടുവയുടെ ആക്രമണം നടക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തുവാൻ വേണ്ടി 1.5 മണിക്കൂർ സഞ്ചരിക്കേണ്ടി വരും. അതായത് ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോഴേക്കും കടുവ അതിൻ്റെ പാട്ടിന് പോകും. താമസിക്കുന്ന ദൂരം വളരെ അകലെയാണെന്ന് ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതിപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അടുത്ത ദിവസം താമസിക്കുവാൻ ഞങ്ങൾക്ക് അവരൊരിടവും തരാഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം ചെലവിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടാകുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു റിസോർട്ടിൽ താമസിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ഞങ്ങൾക്കൊട്ടും ദഹിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഒക്ടോബർ 2 വീട്ടിലേക്ക് മടങ്ങുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ കടുവയെ പെട്ടെന്ന് കൊന്നുകളയുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒട്ടും ആഗ്രഹമില്ലാത്ത പോലെ ഞങ്ങൾക്ക് തോന്നി. അതുമല്ല എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. എന്നിരുന്നാലും ഞാനും എൻ്റെ സംഘവും അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളുടെ സഹായത്തോടെ കടുവയെ കണ്ടെത്താൻ ഒരു ശ്രമം കൂടി നടത്തി. ഹെലികോപ്റ്ററും ഡ്രോണുകളും അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തി. എങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഗ്രാമത്തിലെ ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം വീണ്ടും ഞങ്ങൾ തിരയുവാനും അവിടെ തങ്ങുവാനും തീരുമാനിച്ചു. അങ്ങനെ ഒക്ടോബർ 19 ഒരു റായി സിഖ് കർഷകൻ കടുവയെ കണ്ടുവെന്നും അതിനു നേരെ വെടിവെച്ചുവെന്നും പറഞ്ഞു. വെടിവെച്ച ഉടനെ തന്നെ വെടിയുണ്ട തറച്ചു കയറിയ ആ കടുവ അടുത്തുണ്ടായിരുന്ന വയലിലേക്കും അവിടെ നിന്നും
കരിമ്പും തോട്ടത്തിലേക്കും കയറി മറഞ്ഞു. ആ കർഷകൻ അവിടെ നിന്നും കുറച്ചുകൂടി മുന്നിലേക്ക് വന്ന് ആ വയലിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നോക്കിയപ്പോൾ ആ കടുവയുടെ ശരീരത്ത് വെടിയുണ്ട തറച്ചു കയറിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. കാരണം അവിടെ ഇവിടെയായി രക്തത്തുള്ളികൾ കാണാൻ കഴിയുമായിരുന്നു. ഈ വാർത്ത ഒരു കാട്ടുതീ പോലെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ പടർന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ കിട്ടുന്ന ആനകളുടെ പുറത്തേറി അവിടേക്ക് വേട്ടക്കാർ പാഞ്ഞെത്തി. പുലി കയറിപ്പോയി എന്ന് പറയുന്ന കരിമ്പിൻ തോട്ടത്തിലേക്ക് അവർ നിരനിരയായി വെടിയുതിർത്തു. ഒരു ദിവസം മുഴുവൻ ആ കരിമ്പുംകാടിനെ വെടിയുണ്ടകൾ കൊണ്ട് മൂടി. ചത്ത കടന്ന ആ കടുവയുടെ ശരീരത്ത് ഏകദേശം 40 വെടിയുണ്ടകൾ കൂടി തറച്ചു കയറിയിരുന്നു. എന്നിട്ട് അവരാണ് കടുവയെ കൊന്നതെന്ന് അവകാശവാദങ്ങൾ ഉയർത്തി. എന്തിനേറെ പറയണം, അന്ന് ഒരു ടെലിവിഷൻ ചാനൽ പോലും ഈ നാടകം ലൈവായി സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ 300 കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു വേട്ടക്കാരൻ ഇവിടേക്കെത്തി ചത്ത് കിടക്കുന്ന ഈ കടുവയുടെ കൂടെ നിന്നും ഫോട്ടോ എടുക്കുവാൻ വേണ്ടി. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി ഒരു ഉത്തരവിറക്കി. നരഭോജികളെ വെടിവെച്ച് കൊല്ലുന്നത് ഉത്തരാഖണ്ഡിൽ നിരോധിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള മൃഗങ്ങളെ മയക്കുമരുന്ന് വെടിവെച്ച് പിടിക്കുവാൻ മാത്രമാണ് ഇനിയും സാധിക്കുകയുള്ളൂ അവിടങ്ങളിൽ. അതായത് പിടിച്ച ശേഷം ഒന്നുകിൽ കൂട്ടിലടയ്ക്കുക, അല്ലെങ്കിൽ മൃഗശാലയിലാക്കുക, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്ത് തുറന്നു വിടുക. ഇത് മാത്രമാണ് ഇനിയും ചെയ്യാൻ കഴിയുക. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.